ഫോണും ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്ത് ചൂടാകുമ്പോൾ നമുക്കെടുത്ത് വെള്ളത്തിൽ ഇട്ടാലോ? നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന ഈ പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ വെള്ളത്തിലെടുത്തിടത്തില്ല. പക്ഷെ കോടികൾ കൊടുത്ത് ബിൽഡ് ചെയ്യുന്ന പല ഡേറ്റാ സെന്റേഴ്സും അവർ ലിറ്ററലി വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുകയാണ്. അതൊരു ജീനിയസ് മൂവും ആണ്. അവർക്ക് കോടികൾ ലാഭിക്കാനും പറ്റുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഡേറ്റാ സെന്റർ റൺ ചെയ്യുമ്പോൾ അതിൽ ബിഗ്ഗസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ഇലക്ട്രിസിറ്റി അല്ല, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ മാനേജ് ചെയ്യുക എന്നതാണ്. ഹീറ്റിനെ മാനേജ് ചെയ്യാൻ യൂഷ്വലി അവർ വലിയ AC യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഈ കമ്പനീസ് ഓഷൻസിനെ തന്നെ അവരുടെ റേഡിയേറ്റർ ആയിട്ട് മാറ്റി കൂളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തായിരിക്കാം? കൊറോഷൻ അല്ലെങ്കിൽ റസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഡേറ്റാ സെന്റേഴ്സിന്റെ ഉള്ളിലുള്ള ഓക്സിജൻ മൊത്തം പമ്പ് ഔട്ട് ചെയ്തിട്ട് നൈട്രജൻ പമ്പിൻ ചെയ്യും. അങ്ങനെ മനുഷ്യന്മാരെ ഏതെങ്കിലും സെർവറിൽ പോയി തട്ടി പ്രശ്നം ഉണ്ടാവാതെയും അതുപോലെ കൊറോഷനും റസ്റ്റും ഒന്നും വരാതെയും ഈ കടലിൽ സൂക്ഷിക്കുന്ന ഡേറ്റാ സെന്റേഴ്സ് ഈ ലാൻഡിലുള്ള ഡേറ്റാ സെന്റേഴ്സിനെ കാട്ടിലും 8 ഇരട്ടി റിലയബിൾ ആണ്. അതുപോലെ തന്നെ ഈ വേൾഡിലെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷനും കോസ്റ്റൽ ഏരിയാസിന്റെ അടുത്തുള്ള ഏരിയാസിലാണ് കൂടുതലും ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ഡേറ്റ എത്തിക്കുന്നത് ഫാസ്റ്ററുമാണ്, ചീപ്പറുമാണ്. ഇതുപോലത്തെ ഇൻസൈൻ ആയിട്ടുള്ള ഇന്നോവേഷൻസ് കാരണം വേൾഡ് വീണ്ടും വീണ്ടും അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്തിരുന്നോ? ഇതുപോലത്തെ ടെക് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.